ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ സാർ. നമസ്കാരം. ആദ്യമായിട്ട് ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി പറയണം. എൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് ഓങ്കോളജി ആണ്. ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വിഷമം പിടിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചിട്ടും അതിൽ ഒരു സാധാരണ നമ്മൾ സാധാരണ കാണുന്ന പോലെ ഒരു ഡോക്ടറുടെ കൺസൾട്ടിങ് റൂമിൽ പോവുകയും അതിന് ഒരു പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ച് ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മൾ ഇറങ്ങിപ്പോയി മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നു, പിന്നെ നമ്മൾ അതിനെപ്പറ്റി മറക്കുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനല്ല. ഒരു ഇൻസിഡൻറ്റ് പറയാം. അപ്പോൾ അങ്ങനെ ഒരു വർഷങ്ങൾ മുമ്പാണ് അങ്ങനെ അവർ പറഞ്ഞു, ഇതാ ഡോക്ടർ മാമനെ കണ്ടോ, ഡോക്ടറ് വലിയ കാറുണ്ട്, വലിയ വീടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒരിക്കലും പറയരുത്, അത് ഒരിക്കലും അങ്ങനെ നിങ്ങൾ ഡോക്ടറെ കാണരുത്. ഡോക്ടർക്ക് കാറുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു വലിയ വീടുണ്ടോ അതുകൊണ്ട് നിങ്ങൾ ഡോക്ടറാവാൻ ശ്രമിക്കണം എന്ന് കുട്ടികളോട് നിങ്ങൾ ഒരിക്കലും സംസാരിക്കരുത്. നമ്മൾ പകരം ഡോക്ടർ എത്ര വൈകിട്ടും ഡോക്ടർ അല്ലെങ്കിൽ ഇത്രയധികം തിരക്കിൻ്റെ ഇടയിലും ഡോക്ടർ ഇവിടെ എത്തുന്ന രോഗികൾക്ക് ആവശ്യമുള്ള സഹായം ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് ഒരു സ്വാതന്ത്ര്യം നൽകുന്നു. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിൽ വേണം നമ്മൾ ഡോക്ടർമാരെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ പ്രൊഫഷനിലേക്ക് വരുന്നവർ തീർച്ചയായിട്ടും ആ ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് വേണം. ബാക്കിയെല്ലാം വേണ്ട. നമ്മളിന്ന് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? നമ്മൾ നല്ല ജീവിത നിലവാരത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. നമ്മൾ അതോടൊപ്പം തന്നെ സമൂഹത്തിന് ഗുണമുള്ളവരാവണം. അത് കൂടാതെ നമുക്കും നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാമ്പത്തിക ഭദ്രതയും വേണം. അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ആ സാമ്പത്തിക ഭദ്രതയൊക്കെ നമുക്ക് വന്നു ചേരുന്നതാണ്. നമ്മൾ അതിൻ്റെ പിന്നാലെ പോകേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മുടെ ഒരു നല്ല മനുഷ്യനായി, നല്ല ഡോക്ടറായിട്ട് നല്ല രീതിയിൽ കുടുംബങ്ങളെ അല്ലെങ്കിൽ ഈ ആളുകളെ സേവിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ പാകപ്പെടുത്തി എടുക്കുകയാണ് ചെറിയ പ്രായത്തിൽ തന്നെ വേണ്ടത്. അപ്പം അതുണ്ടായിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് എത്തിച്ചേരും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള, പ്രത്യേകിച്ചിട്ടും ഇന്നിവിടെ കൂടിയിട്ടുള്ള പാരൻസിനോടും ഒക്കെ പറയാനുള്ള ഒരു കാര്യം അതാണ്. കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അവർക്ക് ഈ പ്രൊഫഷനിലെ എല്ലാ കഷ്ടപ്പാടുകളെയും അത് സഹിക്കാനുള്ള കരുത്ത് അയാൾക്കുണ്ടോ എന്ന് നോക്കുക. ആ കഷ്ടപ്പാടുകളിൽ തിരിച്ചറിഞ്ഞ് അതിന് സന്നദ്ധമാകുന്ന ഒരു സന്നദ്ധ പ്രവർത്തനത്തിലേക്ക് തയ്യാറായിട്ട് വരുന്നവരായിരിക്കണം ഈ മെഡിക്കൽ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. കാരണം അതൊരു വലിയ മഹനീയ ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിക്ക് നമ്മൾ പലപ്പോഴും പറയുന്ന മാതിരി ഈശ്വരൻ, സമൂഹവും ഒക്കെ അവരെ കടാക്ഷിക്കുകയും തന്നെ ചെയ്യും. നമുക്കൊരു കർഷകനായിട്ട് സമയം കിട്ടുമോ? ഇത്രയും തിരക്കുള്ള ഡോക്ടർ ഒരു കാർഷികമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പം നമുക്ക് ഈ കൃത്യമായ സമയം നമ്മൾ പ്ലാൻ ചെയ്ത് ഈ പാഷനായിട്ട് അത് വരികയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനുള്ള സമയം കണ്ടെത്താം. അതാണ് നമുക്ക് എൻ്റെ അനുഭവം അതാണ്. അപ്പം അതേപോലെ ഇപ്പം ഈ പറഞ്ഞ എല്ലാ സംഗീത വാസന അത് പലപ്പോഴും നമ്മൾ പഠിക്കുന്ന കാലത്ത് കണ്ടിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ശരിക്കും ഒരു കലാക്ഷേത്രം തന്നെയാണ്. അതിനകത്ത് ഇഷ്ടംമാതിരി കലാവാസന തെളിയിക്കാനുള്ള അവസരമാണ്. ഇന്നത്തെ മാതിരി ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ TV പ്രോഗ്രാംസ് ഒന്നും ഇല്ലാതിരുന്ന കാലത്താണ് ഞങ്ങൾ പഠിച്ചത്. അപ്പം അവിടെ കലാവാസനകൾ ധാരാളമായിട്ട് ആളുകൾക്ക് വേദി കിട്ടിയിരുന്നു. അപ്പോൾ ആ മടി ഉണ്ടാവും. എന്തായാലും പറഞ്ഞ മാതിരി എല്ലാവരും മടിയന്മാർ തന്നെയാണ്. പക്ഷേ ഒരു പരിധിവരെ നമുക്കത് മറികടക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യുകയാണ്. നമ്മളിപ്പോൾ നാളെ എന്താണ് പഠിക്കേണ്ടതെന്ന് നേരത്തെ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ പോർഷൻ പഠിച്ച് തീർക്കുന്നവരെ നമുക്ക് മടി കൂട്ടാന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ നമുക്ക് മടിനെ ഒരു പരിധി വരെ മറികടക്കാൻ പറ്റും. പിന്നെ ഈ മടുപ്പിനെയൊക്കെ കടക്കാൻ പറ്റും. എന്നിരുന്നാലും എന്തായാലും നമ്മൾ ഫുൾ ടൈം നമുക്ക് പഠിക്കാൻ കഴിയില്ല. അപ്പം പഠിക്കുന്നതോടൊപ്പം തന്നെ മനസ്സിന് റിലാക്സേഷൻ കൊടുക്കും. ഇപ്പോൾ എന്ത് വർക്കാണെങ്കിലും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ സമയവും നമ്മളൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നതിനും ഒരു സമയം നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തണം. എന്നാലും മാത്രമേ നമുക്ക് കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ വർക്ക്. അതുകൊണ്ടാണ് നമുക്ക് ഈ ലീവും വീക്കെൻഡൊക്കെ നമ്മൾ ഇങ്ങനെ ലീവാക്കിയിട്ട് എടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക.